വണ്ടാഴി പടിഞ്ഞാറേത്തറയിൽ വണ്ടലോത്സവം ആഘോഷിച്ചു. പുലർച്ചയ്ക്ക് ഗണപതി ഹോമത്തോടുകൂടി മണ്ഡല മഹോത്സവ ആഘോഷ ചടങ്ങുകൾ തുടങ്ങി. തുടർന്ന് ഉദയാസ്തമയ പൂജയുണ്ടായിരുന്നു. ആന, പഞ്ചവാദ്യം എന്നിവയുടെ കാഴ്ചശീവേലി, ഉച്ചയ്ക്ക് അന്നദാനം, ക്ഷേത്രത്തിൽ അഭിഷേകം എന്നിവയും ഉണ്ടായിരുന്നു. വൈകിട്ട് ആന, പഞ്ചവാദ്യം എന്നിവയുടെ ഗ്രാമപ്രദക്ഷിണവും ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, നിറമാല എന്നിവയുമുണ്ടായി. ക്ഷേത്രാങ്കണത്തിൽ പാടകം, തുടർന്ന് പഞ്ചവാദ്യം, രാത്രി കളംപാട്ട്, മുടിയേറ്റ് എന്നിവയോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. അങ്ങനെയുള്ള ശ്രീഹനുമാന് ശാപമോക്ഷം ഉണ്ടാവണം, അദ്ദേഹത്തിന്റെ ശക്തിയെ കുറിച്ചുള്ള സകല കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മകഥ പറഞ്ഞു കൊടുക്കണം എന്നിങ്ങനെ മനസ്സിലാക്കി ജാമ്പവാൻ ആ ശ്രീഹനുമാന്റെ ശാപമോക്ഷത്തിനായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മകഥകൾ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്ത സമയത്തെങ്കിലോ പരാക്രമ ശക്തനായിട്ട് ഭവിച്ചു ആ ശ്രീഹനുമാൻ. ശ്രീഹനുമാൻ തന്റെ ശരീരത്തെ വലുതാക്കി ശാപമോക്ഷം പ്രാപിച്ചിട്ട് എന്നിട്ട് സമുദ്രത്തിൽ കൊണ്ട് കാര്യം വെച്ച് നോക്കിയപ്പോ എന്താ മുണ്ട് വരെയുള്ള വെള്ളം, അത്രയ്ക്ക് വലുതായി ആ ശ്രീഹനുമാൻ. അങ്ങനെയുള്ള ശ്രീഹനുമാൻ കൊടുത്തു ഒരു ചാട്ടം നേരെ ലങ്കയെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ ആ ശ്രീഹനുമാൻ ചാടും. UTV ന്യൂസ്, പാലക്കാട്.